നാഥനായ റബ്ബിന് ഒരുപാട് നാമങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു നാമമാണ് അർ-റഹ്മാൻ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നകൾ എണ്ണുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ പേരുകൾ പറയുന്ന സമയത്ത് ആദ്യമായി നമ്മൾ പറയുന്ന യാ റഹ്മാനു എന്ന നാമം, അഥവാ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയാവിൽ ധാരാളം ഗുണങ്ങൾ ചെയ്യുന്ന, അത് വഴിപ്പെട്ടവനെന്നോ വഴിപ്പെടാത്തവനെന്നോ വ്യത്യാസമന്യേ എല്ലാവർക്കും ഗുണങ്ങൾ ചെയ്യുന്ന, ഗുണങ്ങൾ നൽകുന്ന നാഥനായ റബ്ബ് എന്നർത്ഥം വരുന്ന അർ-റഹ്മാൻ എന്ന നാമം. ഈ നാമത്തിന് ഒരുപാട് ഫലങ്ങൾ മഹാന്മാരവരുടെ കിതാബുകളിലൂടെ നമ്മോട് നിർദ്ദേശിക്കുന്നത് കാണാം. ഈ ദിക്ർ ചൊല്ലുന്നയാളുകൾക്ക്, യാ റഹ്മാൻ എന്ന് ആവർത്തിച്ച് ചൊല്ലുന്നയാളുകൾക്ക് അവൻ്റെ പ്രയാസങ്ങളെ, അവൻ്റെ മക്രൂഹാത്തുകളെ, അവൻ വെറുക്കുന്ന കാര്യങ്ങളെ അവനിൽ നിന്ന് തിരിച്ചു കളയപ്പെടുമെന്നും, അതുപോലെ വല്ല ഒരുത്തനും 100 പ്രാവശ്യം യാ റഹ്മാൻ എന്ന് എല്ലാ നിസ്കാരങ്ങൾക്കും പുറമെ, അവൻ്റെ ഫർള് നിസ്കാരം അവൻ ജമാഅത്തായി നിർവഹിക്കട്ടെ, ഒറ്റക്ക് നിർവഹിക്കട്ടെ, എങ്ങനെ നിർവഹിച്ചാലും അവൻ്റെ നിസ്കാരങ്ങൾക്ക് പുറമെ, ഫർള് നിസ്കാരങ്ങൾക്ക് പുറമെ ആരെങ്കിലും 100 പ്രാവശ്യം യാ റഹ്മാനു എന്ന ദിക്ർ ചൊല്ലുകയാണ് എങ്കിൽ അവൻ്റെ മറവിയെ അല്ലാഹു തആല എടുത്തു കളയുമെന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചു തന്നത് കാണാം. കൂടുതലും മറവി നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ അശ്രദ്ധവാന്മാരാകുമ്പോഴാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ അവൻ്റെ അശ്രദ്ധയെ അല്ലാഹു തആല നീക്കിക്കളയുന്നു എന്നും, അതുപോലെ തന്നെ അവൻ്റെ മറവി അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല എടുത്തു കളയുമെന്നും നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് കാണാം. അതുപോലെ ആരെങ്കിലും ഒരാൾ പരുക്കൻ സ്വഭാവമുള്ള ആളാണ് എങ്കിൽ അങ്ങനെയുള്ള പരുക്ക സ്വഭാവം അവനിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുങ്കുമപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ മിസ്ക് കൊണ്ടോ യാ റഹ്മാനു കുല്ലു ഷൈഇൻ വറഹിമുഹു എന്ന് എഴുതി അവൻ്റെ വീട്ടിൽ വെച്ചാൽ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും, അവൻ്റെ മനസ്സിന് വലിയ അലിവും വലിയ കരുണയും വലിയ മയമായ ഒരു സ്വഭാവവും അവൻ്റെ സ്വഭാവ രൂപീകരണത്തിന് അത് വലിയ കാരണമാകുമെന്നും മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് കാണാം.